ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 12 വയസ്സുള്ള ആൻഡിയാൻ അതിരാവിലെ തന്നെ തിരക്ക് പിടിച്ച് അപ്പൻ്റെ കയ്യിൽ നിന്ന് പൈസയും എടുത്ത് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഹെയർ ഡ്രസ്സറിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. കടയുടെ വെളിയിൽ നിന്നുകൊണ്ട് തന്നെ അവൻ അകത്തേക്ക് നോക്കുന്നു. സുന്ദരിയായ ഒരു ആൻറ്റി. അവൻ കണ്ണ് ചിമ്മാതെ അവരെ നോക്കിക്കൊണ്ട് തന്നെ അവൻ ആ കടയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഷാമ്പുവും എണ്ണയും മറ്റും ഇടകലർന്ന ഒരു മണം. അത് അവനെ വീണ്ടും മത്തുപിടിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മുടി വെട്ടുവാൻ തുടങ്ങുന്ന സുന്ദരിയായ ആൻറ്റി അവൻ്റെ മുടിവെട്ടി തുടങ്ങിയപ്പോൾ അവൻ അവരുടെ ശരീരവും സൗന്ദര്യവും നോക്കി ആസ്വദിക്കുകയാണ്. തിരികെ വീട്ടിലെത്തിയ ആൻഡിയാൻ നീണ്ട ആലോചനയ്ക്ക് ശേഷം മാതാപിതാക്കൾക്കും സഹോദരനുമൊത്ത് സൂപ്പ് കുടിക്കുകയാണ്. ഈ സമയം തൻ്റെ പിതാവ് മൂത്ത മകനോട് ഭാവിയിൽ എന്താകണമെന്നാണ് നിന്റെ ആഗ്രഹം? പിതാവ് പ്രതീക്ഷിച്ചതുപോലെ മൂത്ത മകനിൽ നിന്ന് നല്ലൊരു മറുപടി ലഭിക്കുന്നു. ഇതേ ചോദ്യം ആൻഡിയാനോട് ആവർത്തിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഹെയർ ഡ്രസ്സറിൻ്റെ ഭർത്താവാകണമെന്നുള്ള മറുപടിയായിരുന്നു. മകൻ്റെ ഈ മറുപടിയിൽ മാതാപിതാക്കൾ ദേഷ്യപ്പെടുന്നു. ഉടനെ തന്നെ ആ 12 വയസ്സുകാരൻ അവിടെ നിന്ന് എണ്ണീറ്റ് തൻ്റെ റൂമിലേക്ക് പോയി തൻ്റെ കിടക്കയിൽ കിടന്ന് സ്വപ്നലോകത്തേക്ക് പോകുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആൻഡിയാൻ ഒരു ഹെയർ ഡ്രസ്സർ ഷോപ്പിൻ്റെ അകത്തിരിക്കുകയാണ്. തൻ്റെ കൺമുൻപിൽ ഒരു സുന്ദരിയായ യുവതി മുടി വെട്ടുകയാണ്. തന്നെക്കാളും ഒരു 30 വയസ്സ് കുറവ് കാണും. സുന്ദരിയിൽ സുന്ദരിയായ അവളെ ഇമവെട്ടാതെ ആൻഡിയാൻ നോക്കിയിരിക്കുകയാണ്. പ്രായമേറെയായിട്ടും തൻ്റെ 12-ാം വയസ്സിൽ തൻ്റെ പിതാവിനോട് പറഞ്ഞ മറുപടിയിൽ ഇപ്പോഴും ആൻഡിയാൻ ഉറച്ചു നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആൻഡിയാൻ മുടിവെട്ടുവാനുള്ള സമയമായത്. മാറ്റിഡ എന്ന സുന്ദരിയാണ് ആൻഡിയാൻ്റെ മുടി മുറിക്കുവാൻ പോകുന്നത്. അങ്ങനെ മാറ്റിഡ തൻ്റെ ജോലി തുടങ്ങുകയാണ്. ഈ സമയം ആൻഡിയാൻ നല്ല രീതിയിൽ ആസ്വദിക്കുകയും അവളുടെ മണവും സൗന്ദര്യവും എല്ലാം ആസ്വദിച്ച് ഏതോ സ്വർഗലോകത്തിൽ എന്ന പോലെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നു. അങ്ങനെ എല്ലാത്തിനും ശേഷം പൈസ കൊടുത്ത് മാറ്റിയോട് യാത്രയും പറഞ്ഞ് അവൻ ആ സലൂണിൻ്റെ പുറത്തിറങ്ങുകയാണ്. തൊട്ടടുത്ത ദിവസം ആൻഡിയാൻ മാറ്റിനെ കാണുവാനായി സലൂണിലേക്ക് വരുന്നു. വെട്ടുന്ന മാറ്റിടയുടെ ശരീര സൗന്ദര്യം മതി വരുന്നവരെ ആസ്വദിച്ചുകൊണ്ട് ആൻഡിയാൻ അവിടെ ഇരിക്കുകയാണ്. അടുത്തതായി ആൻഡിയാൻ്റെ ഊഴമാണ്. എല്ലാത്തിനും ഒടുവിൽ ആൻഡിയാൻ മാറ്റിയോട് തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയുന്നു. ഒന്ന് ആലോചിച്ചതിന് ശേഷം ആൻഡിയാൻ്റെ പ്രണയ അഭ്യർത്ഥനയ്ക്ക് മാറ്റിട പച്ചക്കൊടി കാണിക്കുന്നു. അങ്ങനെ അടുത്തറിയാവുന്ന ചില സുഹൃത്തുക്കളെ സാക്ഷിയായി ആൻഡിയാനും മാറ്റിടയും വിവാഹിതരാകുന്നു. ആ വേളയിൽ അറേബ്യൻ നൃത്തച്ചുവടുകൾ ചവിട്ടി മധ്യവയസ്കനായ ആൻഡിയാൻ തൻ്റെ പ്രായത്തെ തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളും അതോടൊപ്പം തൻ്റെ വിവാഹവേള കളറാക്കുവാനും ശ്രമിക്കുന്നു. അങ്ങനെ ഗംഭീരമായ വിവാഹ ആഘോഷത്തിൻ്റെ വേളയിലും മാറ്റിട തൻ്റെ ജോലി ഉപേക്ഷിക്കാതെ ഒരാളുടെ മുടി വെട്ടുകയാണ്. അങ്ങനെ ദിവസങ്ങൾ അവർ ഒരുമിച്ച് പ്രണയിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു ദിവസം ഒരു അമ്മയും മകനും മാറ്റിയുടെ സലൂണിലേക്ക് വരുന്നു. അവിടെ ഇരുന്ന ആൻഡിയാൻ ആ കുട്ടിയെ തൻ്റെ ചെറുപ്പകാലം കാണുന്നു. എന്നാലോ വാശിക്കാരനായ കുട്ടി ഒരു രീതിയിലും മുടി വെട്ടുവാൻ സമ്മതിക്കുന്നില്ല. മാറ്റിട ആകെ വിഷമത്തിലാണ്. ഈ സമയം ആൻഡിയാൻ തൻ്റെ അറേബ്യൻ നൃത്തച്ചുവടുകളുമായി ആ കുട്ടിയുടെയും മാറ്റിയുടെയും അവൻ്റെ അമ്മയുടെയും അടുക്കലേക്ക് വരുന്നു. ആൻഡിയാൻ്റെ നൃത്തച്ചുവടുകൾ കണ്ട കുട്ടി ശാന്തനാകുന്നു. വളരെ വേഗം മാറ്റിട കുട്ടിയുടെ മുടി മുറിക്കുന്നു. സന്തോഷവതിയായി പോകുന്ന അമ്മയും കുട്ടിയെയും കണ്ട് മാറ്റിടയും ആൻഡിയാനും അവരുടെ അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കും. ജോലിയെല്ലാം തീർത്ത് വെറുതെ ഇരിക്കുന്ന മാറ്റിടയെ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്ന ആൻഡിയാൻ തൻ്റെ വിവാഹവേദിയെ ആൻഡിയാൻ തൻ്റെ മണിയറയാക്കുവാൻ ശ്രമിക്കുന്നു. മധ്യവയസ്കൻ്റെ വികാരം ഒരു പരിധിവരെ മാറ്റിടയ്ക്ക് പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ
മാറ്റിടയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ വന്നു ചേരുകയാണ്. അടുത്ത ദിവസം അമിതമായി മദ്യപിക്കുന്ന ആൻറ്റിയാനെ മാറ്റിയ തൻ്റെ വീട്ടിൽ കാണുന്നു. സംസാരങ്ങൾ അധികമായ നിമിഷം. മാറ്റിയുടെ ആകെ വിഷമത്തിലേക്ക് നീങ്ങുന്നു. മാറ്റിടയും മദ്യപിക്കുവാൻ തുടങ്ങുന്നു. ഇഷ്ടങ്ങൾ കുറയുമെന്നുള്ള പേടി മാറ്റിടെ ആകെ അസ്വസ്ഥതയാകുന്നു. തൊട്ടടുത്ത ദിവസം ആരും വരാതെ സലൂണിൽ ആൻറ്റിയും മാറ്റിടയും ഇരിക്കുന്നു. ഇന്നലത്തെ സംസാര വിഷയങ്ങൾ ഈ നിമിഷം രണ്ടുപേരും ആവർത്തിക്കുന്നു. വിഷമം സഹിക്കാനാവാതെ മാറ്റിട ആത്മഹത്യ ചെയ്യുന്നു. എല്ലാം നഷ്ടമായ ആൻറ്റിന ഒരു ഭ്രാന്തനെ പോലെ ആ സലൂണിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സിൻ്റെ താളം തെറ്റി ചുവടുകളുമായി നിൽക്കുന്നു. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം.